നിത്യബ്രഹ്മചാരിയായ ഹനുമാൻ സ്വാമിയുടെ പുത്രൻ മകരധ്വജനെ പറ്റി അറിയാമോ? സീതാദേവിയെ കണ്ടെത്താനായി ലങ്കയിലേക്ക് ചാടിക്കടന്ന ഹനുമാൻ ലങ്കാദഹനത്തിനു ശേഷം തൻ്റെ വാലിലെ തീ അണയ്ക്കാനായി സമുദ്രത്തിലേക്ക് മുങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നൊഴുകിയ വിയർപ്പ് തുള്ളി സമുദ്രത്തിൽ വായ തുറന്നിരുന്നിരുന്ന ഒരു മകരത്തിൻ്റെ, അതായത് മുതലയുടെ ആകൃതിയുള്ള ഒരു സമുദ്രജീവിയുടെ വായ്ക്കുള്ളിലായി. ഈ വിയർപ്പ് തുള്ളി സ്വീകരിച്ച ആ മകരം ഗർഭം ധരിക്കുകയും പിൽക്കാലത്ത് ഒരു വീരപുത്രന് ജന്മം നൽകുകയും ചെയ്തു. അവനാണ് മകരധ്വജൻ. പാതാള ലോകത്തെ രാജാവായ അഹിരാവണന്റെ സൈനികൻ ഈ മകരത്തിൻ്റെ വയറ് പിളർന്നപ്പോഴാണ് അതിശക്തനായ ആ ബാലന് ലഭിക്കുന്നത്. തൻ്റെ പിതാവിനെ പോലെ തന്നെ വാനര രൂപവും എന്നാൽ പാതി മത്സ്യത്തിൻ്റെ ആകൃതിയിലുമുള്ള അവനെ അഹിരാവണൻ പാതാളത്തിൻ്റെ കാവൽക്കാരനായി നിയമിച്ചു. രാമരാവണ യുദ്ധത്തിനിടയിൽ അഹിരാവണൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും മയക്കിക്കിടത്തി പാതാളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി. അവരെ രക്ഷിക്കാനായി പാതാളത്തിലെത്തിയ ഹനുമാൻ കോട്ടവാതിൽക്കൽ തന്നെ തടഞ്ഞു നിർത്തുന്ന വിചിത്രരൂപിയായ ഒരു യുവാവിനെ കണ്ടു. "ആരാണ് നീ? എന്നെ തടയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു?" ഹനുമാൻ ഗർജിച്ചു. യുവവീരൻ വിനയത്തോടെ മറുപടി നൽകി, "ഞാൻ ഹനുമാന്റെ പുത്രനായ മകരധ്വജനാണ്. പാതാളപുരിയുടെ കാവൽക്കാരനാണ് ഞാൻ. അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല." താൻ ബ്രഹ്മചാരിയാണെന്നും തനിക്ക് പുത്രനില്ലെന്നും ഹനുമാൻ വാദിച്ചെങ്കിലും മകരധ്വജൻ തൻ്റെ ജനനരഹസ്യം വിവരിച്ചു കൊടുത്തു. തൻ്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഹനുമാനെ സന്തോഷമായെങ്കിലും കർത്തവ്യത്തിൻ്റെ കാര്യത്തിൽ ഇരുവരും വിട്ടുവീഴ്ച ചെയ്തില്ല. പിതാവായ ഹനുമാനോട് അനുഗ്രഹം വാങ്ങിയ ശേഷം മകരധ്വജൻ തൻ്റെ രാജാവിനോടുള്ള കൂറ് തെളിയിക്കുന്നതിനായി യുദ്ധത്തിലേർപ്പെട്ടു. ശക്തമായ ആ പോരാട്ടത്തിനൊടുവിൽ ഹനുമാൻ മകരധ്വജനെ ബന്ധിക്കുകയും പാതാളത്തിൽ കടന്ന് അഹിരാവണനെ വധിച്ച് രാമലക്ഷ്മണന്മാരെ മോചിപ്പിക്കുകയും ചെയ്തു. മകരധ്വജന്റെ ശക്തിയിലും ധീരതയിലും സത്യസന്ധതയിലും സംപ്രീതനായ ശ്രീരാമൻ അവനെ പാതാളത്തിൻ്റെ പുതിയ രാജാവായി വാഴിച്ചു. അങ്ങനെ വിയർപ്പ് തുള്ളിയിൽ നിന്നും പിറന്ന ആ വീരൻ തൻ്റെ പിതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറി. ഓം ശ്രീ മകരധ്വജായ നമഃ.